മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ. റിയ, ഡിങ്കുരിനെ ഉറക്കിയതൊക്കെ മതി. നിനക്ക് ഉറക്കം വരുന്നില്ലേ? സമയം ഒരുപാടായി. നീ അവിടെ താഴെ അച്ഛമ്മന്റെ കൂടെ പോയി കിടന്നുറങ്ങ്. അയ്യോ റിയ, അമ്മ വരാം. അമ്മയ്ക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. നാളെ അമ്മയ്ക്ക് എക്സാം ആണ്. അമ്മ പഠിച്ചു കഴിഞ്ഞിട്ട് വരാം. നീ ഒരു ദിവസം പോയി അച്ഛമ്മന്റെ കൂടെ കിടന്നുറങ്ങ്. അയ്യോ റിയ, അമ്മയ്ക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഇന്ന് നോക്കി നിന്റെ അച്ഛനെ ഇനിയും കാണുന്നില്ല. ABCD അല്ലടാ, അമ്മ അച്ഛനെ പോലെ ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുകയാണ്. അതെ, അമ്മ അച്ഛനെ പോലെ ഡോക്ടറായ അച്ഛൻ എങ്ങനെ സൂചി കുത്തണോ അതുപോലെ അമ്മയും സൂചി കുത്തും. അതിന് അമ്മ ഉണ്ണിക്കുട്ടിക്ക് സൂചി കുത്തില്ലല്ലോ. വാവ് വന്നവർക്ക് മാത്രമേ സൂചി കുത്തുള്ളൂ. അതെ, ഉണ്ണിക്കുട്ടിക്ക് വാവ് വന്നാ പിന്നെ സൂചി കുത്തണ്ടേ? അയ്യോ അമ്മു, അമ്മയ്ക്കും ഡോക്ടർ ആവണമെന്നൊന്നും ഇല്ല. ഇങ്ങനെ ജോളിയായിട്ട് വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എന്റെ അമ്മുക്കുട്ടിനെ നോക്കി സീരിയൽ നോക്കി ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ നിന്റെ അച്ഛൻ അമ്മ ഡോക്ടർ ആവണം, നീ പഠിക്കുന്ന പറയണതുകൊണ്ട് മാത്രമാണ് അമ്മ പഠിക്കുന്നത്. ഇപ്പൊ പോലും നിന്റെ അച്ഛൻ വന്ന് ഇനി നീ പഠിക്കണ്ട ഡോക്ടർ ആവണ്ടെന്ന് പറഞ്ഞാലേ അമ്മ ഈ ബുക്കൊക്കെ തൂക്കി വലിച്ചെറിഞ്ഞിട്ട് ജോളിയായിട്ടിരിക്കും. എന്താണ് എന്തോ തൂക്കി വലിച്ചെറിഞ്ഞിട്ട് ജോളിയായിട്ട് ഇരിക്കുന്നൊക്കെ പറയണ്ടായിരുന്നു? അത് വന്ന് അതൊന്നുമില്ല ഷമീർ. പഠിക്കുമ്പോ ഉറക്കം വന്നാ ഉറക്കത്തിനൊക്കെ തൂക്കി വലിച്ചെറിഞ്ഞിട്ട് ജോളിയായിട്ട് പഠിക്കുന്ന പറഞ്ഞത്. അങ്ങനെയാണോ? അതെ, പിന്നല്ലാതെ. നാളെ എക്സാം അല്ലേ, ഉറങ്ങാതിരുന്ന് പഠിച്ചാലല്ലേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ആ വിചാരം ഉണ്ടെങ്കിൽ കൊള്ളാം. ശരി യേശു, എന്നാ നീ പഠിക്ക്. റിയ ഉണ്ടെങ്കിൽ നിന്നെ പഠിക്കാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ റൂമിൽ കൊണ്ടുപോയി ഉറക്കാം. നീ സമാധാനിച്ച് പഠിച്ചിട്ട് വാ. അയ്യോ, രണ്ടുപേരും റൂമിൽ പോയി ഉറങ്ങാൻ പോവാണോ? എനിക്കും ഉറക്കം വരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാ ഒന്ന് പഠിക്കാതെ എസ്കേപ്പ് ആവുക? ഷമീർ, രണ്ടുപേരും ഉറങ്ങാൻ പോവാണോ? പിന്നെ ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകാതെ വേറെന്ത് ചെയ്യാനാ? അല്ല, എനിക്കും ഉറക്കം വരുന്നുണ്ട്. എടി ഐഷു, ഇപ്പഴല്ലേ നീ പറഞ്ഞത് ഉറക്കം വന്ന അതിനെയൊക്കെ തൂക്കി വലിച്ചെറിഞ്ഞ് ഇരുന്ന് പഠിക്കുന്നു. അതെ പറഞ്ഞു, പക്ഷെ നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ഈ ഉറക്കത്തിൽ പഠിച്ച ഒന്നും തലയുടെ അകത്ത് കേറില്ല. അതാ കുറച്ചു നേരം ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ നേരത്തെ 3 മണിക്ക് എണീറ്റ് പഠിക്കട്ടെ. അയ്യോ കുട്ടിക്കാന്താരി, ഇങ്ങനെ പറഞ്ഞു കൊടുത്തല്ലോ. ഐഷു, അയ്യോ ഷമീർ, അവള് വെറുതെ പറയുവാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പഠിക്കാനാണ് ഇഷ്ടം. എങ്ങനെയെങ്കിലും ഞാൻ ഡോക്ടർ ആവണം. അതെയോ, എന്നാ പഠിക്ക്. ശരി, ഞാൻ പഠിച്ചോളാം. നിങ്ങൾ റിയാനെ റൂമിൽ കൊണ്ടുപോയി ഉറക്കി. എന്തിന്? ഞാൻ റിയാനെയും കൊണ്ട് റൂമിൽ പോയി കഴിഞ്ഞാ നീ ഇവിടെ പഠിക്കാതെ ബുക്ക് മാറ്റി വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ടല്ലേ? അയ്യോ ഷമീർ, അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ ഇരുന്ന് പഠിക്കും. നിങ്ങൾ പോയിക്കോളൂ. പിന്നെ എനിക്ക് നിന്റെ മേലെ അത്ര വിശ്വാസമൊന്നുമില്ല. എന്താ ഷമീർ നിങ്ങൾ എങ്ങനെ പറയുന്നത്? എന്റെ മേലെ വിശ്വാസമില്ലേ? നിങ്ങളുടെ സ്വന്തം ഭാര്യ എന്റെ മേലെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങ. പഠിക്കാതെ എസ്കേപ്പ് ആവാൻ വേണ്ടി എന്തൊക്കെ ഡ്രാമ ആണ് ഇവള് ചെയ്യുന്നത്. എന്നെ നോക്കി നിങ്ങൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിത് സഹിക്കാൻ വയ്യ. അയ്യോ എടി, ശരി, ഏതോ അറിയാതെ പറഞ്ഞുപോയി. അതൊക്കെ വിട്. നാളെ എക്സാം ആണ്, നീ പഠിക്ക്. ഇല്ല, എന്നെ നോക്കി നിങ്ങൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ ഞാൻ എങ്ങനെ പഠിക്കും?
ഇല്ലെങ്കിൽ മാത്രം കേറുവോ? എടി ഐഷു, നീ പഠിക്കുന്ന എനിക്ക് വിശ്വാസം ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് നീ കാണിക്കണതൊക്കെ കുറച്ച് ഓവർ ആയിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല കേട്ടോ. ഓ, ഇപ്പൊ ഞാൻ ശരിയല്ലെന്നോ ആയോ? എടി മതി ഷമീർ, മതി. ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. എന്നെ വിശ്വാസമല്ല, പിന്നെ ഞാൻ ശരിയല്ല. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? എടി ഐഷു, വേണ്ട, നിങ്ങൾ ഒന്നും മിണ്ടണ്ട. നിങ്ങളുടെ മേലെ ഇത്രയും സ്നേഹം കാണിച്ചതിന് എന്നെ നോക്കി നിങ്ങൾ വിശ്വാസമില്ല, ഞാൻ ശരിയല്ലെന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിന്റെ അപ്പുറം നിങ്ങൾ ഒന്നും മിണ്ടണ്ട. നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇനി ഞാൻ എങ്ങനെ പഠിക്കും? ഇപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങളാണ് ഷമീർ. എന്ത്? ഞാനോ? ഇനിയിപ്പോ ഈ സങ്കടം എന്റെ മനസ്സിൽ നിന്ന് പോവാതെ എനിക്ക് പഠിക്കാൻ കഴിയില്ല. ഞാൻ പോയി കുറച്ച് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണിച്ചാലെങ്കിലും ഈ സങ്കടം പോവോന്ന് നോക്കട്ടെ. എടി ഒന്നും മനസ്സിലായില്ല അല്ലേ? എനിക്കും ഒന്നും മനസ്സിലായില്ല. എന്നാലും ഞാൻ പറഞ്ഞ ഒരു വാക്ക് വെച്ചിട്ട് അവള് പഠിക്കാതെ എസ്കേപ്പ് ആയല്ലോ. അഭിനയ കലാവതി. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.